പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അധികൃതർ തീരുമാനിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും വിവിധ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സ്കൂൾ അടച്ചിടാൻ മാനേജ്മെന്റ് നിർബന്ധിതരായത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിന്റെ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്ത പുറത്തു വന്നതോടെ സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത്. കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നതായും പഠനത്തിൽ അമിത സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. ഇത് വിദ്യാർത്ഥിനിയുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിച്ചിരിക്കാമെന്നും അവർ ഭയപ്പെടുന്നു. ഈ ആരോപണങ്ങൾ പ്രദേശത്ത് വലിയ ഞെട്ടലും രോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥിനിയുടെ ദാരുണമായ മരണം പുറത്തറിഞ്ഞതോടെ സ്കൂളിന് മുന്നിൽ ജനരോഷം അണപൊട്ടിയൊഴുകി. നാട്ടുകാർ, രക്ഷിതാക്കൾ, വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരെല്ലാം പ്രതിഷേധത്തിൽ അണിനിരന്നു. നീതി തേടിയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് സ്കൂൾ പരിസരം പ്രക്ഷുബ്ധമായി. സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിഷേധക്കാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി പോലീസ് സ്കൂൾ പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ ബലം പ്രയോഗിക്കാതെ സംയമനം പാലിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ, ഹോസ്റ്റൽ ജീവനക്കാർ, വിദ്യാർത്ഥിനിയുടെ അടുത്ത സുഹൃത്തുക്കൾ, സഹപാഠികൾ എന്നിവരിൽ നിന്നെല്ലാം വിശദമായ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വിദ്യാർത്ഥിനിയുടെ ഫോൺ കോളുകൾ, സന്ദേശങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് മരണകാരണത്തെക്കുറിച്ചും മറ്റ് സൂചനകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത നൽകും. വിദ്യാർത്ഥിനിയുടെ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലും നിലവിലെ സ്കൂളിലെ അസ്വസ്ഥമായ അന്തരീക്ഷം വിദ്യാർത്ഥികളുടെ പഠനത്തെയും മാനസികാവസ്ഥയും ബാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളിലും മാനേജ്മെന്റ് സ്കൂൾ താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂൾ അടച്ചുപൂട്ടിയതോടെ തുടർ പഠനം മുടങ്ങുമോ എന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. സ്കൂൾ എന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ച് പിന്നീട് അറിയിപ്പ് നൽകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിയൊരുക്കിയിരിക്കുകയാണ്. അക്കാദമിക മികവിനോടൊപ്പം കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് സ്കൂളുകൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്ന ചോദ്യവും ഈ ദുരന്തം ഉയർത്തുന്നുണ്ട്. സ്കൂളുകളിൽ കൗൺസിലിംഗിന്റെയും മാനസികാരോഗ്യ പിന്തുണയുടെയും ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സംഭവം കൂടുതൽ ഗൗരവത്തോടെയാണ് പൊതുസമൂഹം കാണുന്നത്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു.